JKR അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടാതെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്കും സ്റ്റെനോഗ്രാഫർ തസ്തികകളിലേക്കൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. കൂടാതെ സഹകരണ ബാങ്കിലേക്കുള്ള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി നടത്തുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നടക്കാൻ പോകുന്ന LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും വിവിധ കമ്പനി കോർപ്പറേഷനൊക്കെ നടക്കുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ടൈപ്പിസ്റ്റ് Gr.II തസ്തികകളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെയൊക്കെ ക്രാഷ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സാറേ എനിക്ക് ടൈപ്പ് റൈറ്റിനെ സംബന്ധിച്ച് വിശദമായിട്ട് ക്ലാസ് എടുത്തു തരാമോ, ഞങ്ങള് പഠിച്ചു എങ്കിലും ഞങ്ങൾക്ക് വിശദമായിട്ട് ടൈപ്പ് റൈറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് സാറ് വർഷങ്ങളായിട്ട് സാറിന് ടൈപ്പ് റൈറ്റിനെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വിശദമായിട്ടൊരു ക്ലാസ് എടുത്തു തരാമോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ടൈപ്പ് റൈറ്റിനെ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ക്ലാസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ടത് 2-3 ക്ലാസ്സുകളിലായിട്ടാണ് ഞാൻ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ടൈപ്പ് റൈറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ KGTA പഠിച്ച ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റ് ഹയർ ലോവറൊക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഹൗ ടു ടൈപ്പ് ഓൺ എ ടൈപ്പ് റൈറ്റർ, അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു ടൈപ്പ് റൈറ്ററിൽ എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഒന്ന് പഠിപ്പിക്കാം. ആദ്യത്തെ ക്ലാസ് ആണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ ഡയഗ്രാം ഒക്കെ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് റൈറ്ററിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം, അതിന് നമുക്ക് ആദ്യത്തെ ഇതാണ് പ്രിപ്പയറിംഗ് എ ടൈപ്പ് റൈറ്റർ. അതായത് ഒരു ടൈപ്പ് റൈറ്റർ തയ്യാറാക്കുന്നു, അത് എന്താണ്, അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ടൈപ്പ് റൈറ്റർ തയ്യാറാക്കുന്നു, അതാണ് ഒരു ടൈപ്പ് റൈറ്ററിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം അതിന്റെ ആദ്യത്തെ പടിയാണ് ഒരു ടൈപ്പ് റൈറ്റർ ആദ്യം തയ്യാറാക്കുക. ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചൂസ് ബിറ്റ്വീൻ എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക് ടൈപ്പ് റൈറ്റർ. There are a few broad categories of typewriter available on the market. അതായത് ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ടൈപ്പ് റൈറ്റർ നമുക്ക് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിന് നമ്മൾ വേണ്ടി എന്ത് ചെയ്യണം, വിപണിയിലെ ലഭ്യമായ ടൈപ്പ് റൈറ്ററിന്റെ ചില വിശാലമായ വിഭാഗങ്ങളുണ്ട്. അത് the most widely used of these are mechanical typewriters which are completely hand powered. Electric typewriters on the other hand need to be plugged into function. അതായത് നമ്മള് ടൈപ്പ് റൈറ്റർ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടൈപ്പ് റൈറ്റർ തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. വിപണിയിലെ ലഭ്യമായ ടൈപ്പ് റൈറ്ററിന്റെ വിശാലമായ വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയിലെ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, മെക്കാനിക്കൽ ടൈപ്പ് റൈറ്ററുകളാണ് കൂടുതൽ നമ്മൾ ഏറ്റവും വ്യാപകമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവ പൂർണ്ണമായിട്ടും കൈകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. നേരെ മറിച്ച് ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററുകൾ പ്രവർത്തിക്കാൻ എന്താണ് ആവശ്യം, പ്ലഗ് ഇൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്ററുകൾ അവ പൂർണ്ണമായിട്ടും കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവയാണ്, എന്നാൽ നേരെ മറിച്ച് ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററുകൾ പ്രവർത്തിക്കാൻ പ്ലഗ് ഇൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ choose a typewriter that fits the experience you would like to have. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവത്തിന് അനുയോജ്യമായ ഒരു ടൈപ്പ് റൈറ്റർ തിരഞ്ഞെടുക്കുക. ഇതാണ് നമുക്ക് പ്രിപ്പയറിംഗ് എ ടൈപ്പ് റൈറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു ടൈപ്പ് റൈറ്റർ തയ്യാറാക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത രണ്ടാമത്തേത് എന്താണെന്ന് അതുകൊണ്ട് അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ലോഡ് എ ടൈപ്പ് റൈറ്റർ റിബൺ. ലോഡ് എ ടൈപ്പ് റൈറ്റർ റിബൺ, അതായത് ഒരു ടൈപ്പ് റൈറ്റർ റിബൺ ലോഡ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് റൈറ്റർ റിബൺ ലോഡ് ചെയ്യുന്നത്, നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചാലോ. അതായത് ടൈപ്പ് റൈറ്റർ റിബൺസ് ആർ where the typewriter will get its ink from. To change or load a ribbon, remove the typewriter's case. അതായത് ടൈപ്പ് റൈറ്ററിൽ മഷി ലഭിക്കുന്നിടത്താണ് നമുക്ക് ടൈപ്പ് റൈറ്റർ റിബണുകൾ ഉള്ളത്.
ഒരു റിബൺ മാറ്റാനോ ലോഡ് ചെയ്യാനോ ടൈപ്പ്റൈറ്റർ കേസ് നീക്കം ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ത്രെഡ് ദ റിബൺ അറൌണ്ട് യുവർ ടൈപ്പ്റൈറ്റർ spools, making sure that the ribbon is relatively smooth. അതായത് അടുത്തതായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്തതായി നിങ്ങളുടെ ടൈപ്പ്റൈറ്റർ സ്പൂളുകൾക്ക് ചുറ്റും റിബൺ ത്രെഡ് ചെയ്യുക. റിബൺ താരതമ്യേന മിനുസമാർന്നത് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. Place the lid back on the typewriter when you are finished. അതായത് നിങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ലിഡ് വീണ്ടും ടൈപ്പ്റൈറ്ററിൽ വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈപ്പ്റൈറ്ററില് റിബണ് ലോഡ് ചെയ്യുന്നത്. അതാണ് ആദ്യം എന്താണ് നമ്മൾ പഠിച്ചത്? ആദ്യം ഒരു ടൈപ്പ്റൈറ്റർ പ്രിപ്പയർ എ ടൈപ്പ്റൈറ്റർ, രണ്ടെണ്ണം ഒരു ടൈപ്പ്റൈറ്റർ തയ്യാറാക്കുന്നു, രണ്ട് ഒരു ലോഡ് എ ടൈപ്പ്റൈറ്റർ റിബൺ, ഒരു ടൈപ്പ്റൈറ്റർ റിബൺ ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് എന്താണ്? മൂന്നാമത്തെ, ഫീഡ് പേപ്പർ ഇൻടു ദ ടൈപ്പ്റൈറ്റർ. ടൈപ്പ്റൈറ്ററിലേക്ക് പേപ്പർ നൽകുക. അതിനൊരു ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. എ ടൈപ്പ്റൈറ്റർ വിൽ ഹാവ് എ സ്ലോട്ട് to put paper in. Slide your paper in and straighten it before locking the paper in with the paper release lever. അതായത് ഒരു ടൈപ്പ്റൈറ്ററിന് പേപ്പർ ഇടാൻ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഇതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. പേപ്പർ റിലീസ് ലിവർ ഉപയോഗിച്ച് പേപ്പർ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പേപ്പർ സ്ലൈഡ് ചെയ്ത് നേരെയാക്കുക. When you have filled up a page with text, pull the paper release lever forward and remove the paper from the typewriter. It is recommended you put all finished paper in a tray. അതായത് നിങ്ങളൊരു ടെക്സ്റ്റ് ഉപയോഗിച്ച് ഒരു പേജ് പൂരിപ്പിക്കുമ്പോൾ പേപ്പർ റിലീസ് ലിവർ മുന്നോട്ട് വലിച്ചിട്ട് അതിനുശേഷം ടൈപ്പ്റൈറ്ററിൽ നിന്ന് പേപ്പർ നീക്കം ചെയ്യുക. That way you won't lose pages or their order. അതായത് പൂർത്തിയായ എല്ലാ പേപ്പറുകളും ഒരു ട്രേയിൽ ഇടാൻ ശുപാർശ ചെയ്യുന്നു. അതുവഴി എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അതുവഴി നിങ്ങൾക്ക് പേജുകളോ അവയുടെ ഓർഡറുകളോ നഷ്ടമാകാതെ നമുക്കത് കൃത്യമായിട്ട് ലഭിക്കുന്നു. അതാണ് ടൈപ്പ്റൈറ്ററിലേക്ക് പേപ്പർ നൽകുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് നമുക്ക് ഫീഡ് പേപ്പർ ഇൻടു ദ ടൈപ്പ്റൈറ്റർ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനൊരു ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് എന്താണ്? സെറ്റ് യുവർ മാർജിൻ. അതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങളുടെ മാർജിനുകൾ സജ്ജമാക്കുക. മാർജിൻസ് വിൽ ഡിക്റ്റേറ്റ് ഹൗ മച്ച് ഓഫ് ദ പേജ് വിൽ ബി പ്രിന്റഡ് ഓൺ. അതായത് എത്ര പേജുകൾ പ്രിന്റ് ചെയ്യണമെന്ന് മാർജിനുകൾ നിർദ്ദേശിക്കും. മാനുവൽ ടൈപ്പ്റൈറ്റേഴ്സ് ഹാവ് എ മാർജിൻ സെറ്റിംഗ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ പേജ്. From there you can manually align the margin to your linking. അതായത് ഈ മാനുവൽ ടൈപ്പ്റൈറ്ററുകൾക്ക് പേജിന് പിന്നിൽ ഒരു മാർജിൻ ക്രമീകരണം ഉണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? അതുണ്ടോ? നമുക്കത് കാണാൻ സാധിക്കും അല്ലേ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാർജിൻ സ്വമേധയാ വിന്യസിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിനുകൾ സജ്ജമാക്കുക എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളത്. അപ്പോൾ ഒരു ടൈപ്പ്റൈറ്ററിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള 4 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒരു ടൈപ്പ്റൈറ്റർ തയ്യാറാക്കുന്നു, അതിനുശേഷം എന്താണ്? ഒരു ടൈപ്പ്റൈറ്റർ റിബൺ ലോഡ് ചെയ്യുക, 3 ഒരു ടൈപ്പ്റൈറ്ററിലേക്ക് പേപ്പർ നൽകുക, അതിനുശേഷം നിങ്ങളുടെ മാർജിനുകൾ സജ്ജമാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.